നിയമസമാധാനത്തിന് പേരുകേട്ട കേരള പോലീസിനെ ഈ നിലയിലെത്തിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മുടെ മുഖ്യമന്ത്രിക്കാണ്. കേരള പോലീസിന്റെ ഏറ്റവും വൈകൃതമായിട്ടുള്ള മുഖമാണ് എറണാകുളത്തെ സംഭവത്തിലൂടെ വന്നിരിക്കുന്നത്. കസ്റ്റഡിയിലെടുക്കുന്ന ആളുകളെ ഭീകരമായി മർദ്ദിക്കുന്നത് ജനമാരും അറിയാറില്ല. അത് മാസങ്ങൾക്കും വർഷങ്ങൾക്ക് ശേഷം നിയമ പോരാട്ടത്തിലൂടെയാണ് തൃശൂരിലത്തെ മർദ്ദനം പുറത്തു വന്നത്. അതുപോലെ ഇതും വളരെ മുൻപ് സംഭവിച്ചതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ പോലീസ് നിയമസമാധാനത്തിന് പേരുകേട്ട പോലീസിനെ മർദ്ദന ഉപകരണമാക്കി മാറ്റി ലോക്കപ്പ് മർദ്ദനങ്ങളുടെ ഏറ്റവും വലിയ പരമ്പരകൾ തന്നെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ കേരള പോലീസിനെ സത്യത്തിൽ ഈ നിലയിൽ എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്. സ്ത്രീ സുരക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ എറണാകുളത്തുണ്ടായ സംഭവം ഒരു സഹോദരിക്ക് എങ്ങനെ സ്ത്രീകൾ നിർഭയമായി പോയി പരാതി കൊടുക്കും പോലീസ് സ്റ്റേഷനിൽ? അതുപോലെ ഗർഭിണിയായ സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്ന സ്ത്രീക്ക് സർക്കിൾ ഇൻസ്പെക്ടർ നേരിട്ട് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ കേരള പോലീസിന്റെ മുഖമാണ് അവിടെ കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പരാതിയുമായി ഒരു സ്ത്രീ ചെന്നാൽ എങ്ങനെയാണ് കേരള പോലീസ് പെരുമാറുന്നത് എന്നുള്ളത്. ഇത് യഥാർത്ഥ കേരള പോലീസ് അല്ല. ഞാൻ പോലീസിനെ അടച്ചാക്ഷേപിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ഈ കേരള പോലീസിനെ ഈ നിലയിൽ എത്തിച്ചത് ഈ മുഖ്യമന്ത്രിയും ഈ ഭരണകൂടവും ഇവരുടെ തെറ്റായ നയങ്ങളുമാണ്. പാർട്ടി ആവശ്യത്തിന് വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് ക്രിമിനലുകളെ സംരക്ഷിക്കാൻ പോലീസിനെ ഉപയോഗിച്ച് പോലീസ് സത്യത്തിൽ ക്രിമിനലുകളുടെ താവളമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. അതാണ് എറണാകുളത്തെ സംഭവത്തിലൂടെയും കൂടി വെളിച്ചത്ത് വരുന്നത്. സത്യത്തിൽ ഇത് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരു നിമിഷമാണ്. സഹോദരിമാർക്ക് നിർഭയമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥ പിണറായി ഭരണത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ധൈര്യമായിട്ടുള്ള കാര്യം. ഈ വെള്ളാപ്പള്ളിയുടെ ഒരു പരാമർശം ഇന്നലെ വന്നത് UDF ശരിക്കും ലീഗിന്റെ അപ്രമാദിത്വമാണ്, കോൺഗ്രസ് ലീഗിന്റെ താളത്തിന് തുള്ളുകയാണെന്നൊരു വിമർശനം ഇന്നലെ വെള്ളാപ്പള്ളിയുടെ ഭാഗമായിട്ട് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കേരളത്തിലെ UDF നേടിയ വിജയം, UDFന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനം, അതിൽ കോൺഗ്രസിന്റേതായ പങ്കുണ്ട്, ലീഗിന് ലീഗിന്റേതായ പങ്കുണ്ട്, കേരള കോൺഗ്രസിന്റെ പങ്കുണ്ട്, RSPയുടെ പങ്കുണ്ട്, CMBയും JSSും മറ്റെല്ലാ കക്ഷികൾക്കും അതിന് പങ്കുണ്ട്. അത് കൂട്ടായ ഒരു പ്രവർത്തനത്തിന്റെ വിജയമാണ്. മാത്രമല്ല സർക്കാർ വിരുദ്ധമായിട്ടുള്ള ചിന്ത ജനങ്ങളിൽ എത്രമാത്രം രൂഢമൂലമായിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണം കൂടിയാണ്. അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന സമീപനത്തോട് ലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിണറായി സർക്കാർ വരുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രവചനം. ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുടെ മനസ്സ് കൃത്യമാണിപ്പോ. നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിലല്ല കാര്യം, ജനങ്ങൾ ആ മനസ്സുമായിട്ട് എങ്ങനെ പോകുന്നു എന്നുള്ളതിലെ കാര്യം. ജനമനസ്സ് വളരെ ക്ലിയറാണ്. അവര് ഇപ്പൊ കൃത്യമായിട്ടും ചിന്തിച്ചിട്ടുണ്ട്. മൂന്നാമത് സർക്കാർ എന്ന് പറയാൻ തന്നെ ഇപ്പൊ അവർ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവരിതൊക്കെ പറയും. ഇപ്പോഴും പാർട്ടി സെക്രട്ടറി പറയുന്ന ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല. കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഭരണത്തിന്റെ മേന്മ കൊണ്ടാണ് UDFന് 70% സീറ്റ് കിട്ടിയതാണല്ലോ അവരുടെ വിലയിരുത്തൽ. അതവരെങ്ങനെയെങ്കിലും വിലയിരുത്തിക്കോട്ടെ. പക്ഷേ ഇവിടെ നോക്കിക്കോ, ഏപ്രിൽ മാസം UDF ഗവൺമെന്റ് നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ഈ ഗവർണറുമായിട്ട് മുഖ്യമന്ത്രി ചർച്ച നടത്തിയൊരു രമ്യതയിലെ പ്രശ്നം പരിഹരിച്ചിരിക്കുകയാണ്. അത് BJP CPM കൂട്ടിയിട്ട് ഒരു രമ്യത രൂപപ്പെടുന്ന അല്ലെങ്കിൽ അത്തരത്തിലൊരു സഹകരണം രൂപപ്പെടുന്നതിന്റെ അല്ല, ഇത് ഒന്നാമത്തെ സംഭവം അല്ലല്ലോ. ഞങ്ങള് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആരോപിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അതല്ല, ആരോപണമല്ല, അത് സത്യമാണ്. PM-ശ്രീ പദ്ധതി, ലേബർ കോഡ്, ദേശീയപാതയിൽ അഴിമതി. ഇന്നലെ പോലും ഞാൻ ഉന്നയിച്ചു പാർലമെന്റിൽ. മന്ത്രി പറയുന്നുണ്ട്, ദേശീയപാതയിൽ മന്ത്രി പറയുന്നുണ്ട് ക്രമക്കേട് നടന്നിട്ടുണ്ട്, പ്രശ്നമാണ് എന്ന് ഇന്നലെ ഗഡ്കരി എനിക്ക് മറുപടി വന്നു. പക്ഷെ കേരള സർക്കാരിന് പരാതിയില്ല ദേശീയപാതയിൽ അഴിമതിയിൽ. PM-ശ്രീ പദ്ധതി അവരുകൂടെ നടപ്പിലാക്കിയതല്ലേ. BJPയുടെ പദ്ധതി നടപ്പിലാക്കാൻ ധൃതി കാണിച്ചത് കേരളത്തിലെ പിണറായി ഗവൺമെന്റ് അല്ലേ. ലേബർ കോഡിന്റെ കാര്യമല്ലേ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗവർണർ മുഖ്യമന്ത്രി തർക്കമോ VCയുടെ നിയമനവുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു അത്.